ഹായ് ഗായ്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി സത്യങ്ങളൊക്കെ അറിയാണ് കേട്ടോ. നയനയാണ് കരൾ തന്നതെന്നൊക്കെ ഉള്ള വിവരങ്ങൾ. അങ്ങനെ നയനയെ പോയി നന്ദാവനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ് ദേവയാനി. കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷവും അനന്തപുരിയിലുള്ളവർ ആരും അറിയുന്നില്ല കേട്ടോ ദേവയാനി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള വിവരം. ദേവയാനിക്ക് നയനയോടുള്ള ഇഷ്ടമൊക്കെ കൂടുകയാണ്. അപ്പോഴേക്കും എല്ലാവർക്കും ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അനാമികയും രേവതിയും ജാനകിയും ഒക്കെ നയനയെ ഭരിക്കാൻ ചെല്ലുമ്പം ദേവയാനി അവരെല്ലാം അടക്കി നിർത്തുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ട് വരുമ്പം തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജാനകിക്കും രേവതിക്കും അനാമികയ്ക്കും ജലജയ്ക്കുമൊന്നും. അവരെല്ലാവരും കൂടി ദേവയാനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏടത്തി പോയി കൂട്ടിക്കൊണ്ട് വന്നല്ലേ, എന്താ ഏടത്തി ഇപ്പോൾ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ? കഴിഞ്ഞ ദിവസവും ഏടത്തി പറഞ്ഞത് ഇവളുടെ മുഖം കാണാതിരിക്കുന്നതാണ് നല്ലതെന്നാണല്ലോ എന്ന് പറയാണ് ജാനകി. അപ്പോൾ ദേവയാനി പറയാണ്, അതെന്താ ജാനകി, നിൻ്റെ മരുമകൾ ഈ വീട്ടിലല്ലേ എനിക്കൊപ്പമല്ലേ, അതുപോലെ എൻ്റെ മരുമകളും ഈ വീട്ടിൽ ആദർശിനൊപ്പമല്ലേ കഴിയേണ്ടത്? അപ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയാണ്, വല്യമ്മ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, നയന ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മനസ്സമാധാനം ഉണ്ടെന്നും സമാധാനമായിട്ട് ആഹാരം കഴിക്കാമെന്നും ഒക്കെ ആണല്ലോ. ഇപ്പം എന്താ വല്യമ്മയ്ക്ക് ഇങ്ങനൊരു മാറ്റം? അപ്പോഴേക്കും ഉടനെ തന്നെ രേവതിയും പറയാണ്, അത് നേരാ, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അവൾ എന്ത് കൈവശമാണ് തന്നത് ദേവേടത്തിക്ക്? അസുഖം വന്ന് മരിക്കാറായി കിടന്നതല്ലേ ദേവേടത്തി, അതിന് കാരണക്കാരിയും അവൾ തന്നെയാണ്. എന്നിട്ടിപ്പം അതെല്ലാം മറന്ന് അവളെ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും അതത്ര മണ്ടന്മാരൊന്നും അല്ല കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, രേവതിക്ക് എന്താ വേണ്ടത്? ഞാൻ എൻ്റെ മരുമകളെയല്ലേ കൂട്ടിക്കൊണ്ടു വന്നത്, അതെന്തെങ്കിലും ഞാൻ മനസ്സിൽ കണ്ടിട്ടായിരിക്കും എന്ന് വിചാരിച്ചോണം എന്ന് പറയുമ്പോഴേക്കും ഉടനെ ജലജ പറയാ, ശരിയാ, അത് എനിക്കും അറിയാം, ഏടത്തിയെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, അതുകൊണ്ട് അവളെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നറിയാം. ഞങ്ങളൊക്കെ പണി ചെയ്ത് മടുത്ത് നിൽക്കുമായിരുന്നു. ഏതായാലും അവൾ നന്നായി. ഇനിയിപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമാകും. ഏടത്തി അതൊക്കെ മനസ്സിൽ കണ്ടോണ്ടായി ഈ ചെയ്തതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും സംശയമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോവാണ്. അത് കഴിഞ്ഞ് നയനയുടെ അടുത്തെത്തുകയാണ് ദേവയാനി. നയനയുടെ അടുത്തെത്തിയിട്ട് ദേവയാനി പറയാണ്, നയനെ, നീ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയൊക്കെ വേണം. പഴയതുപോലെ ഓടി നടന്ന് ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാനായിട്ട് നീ നിൽക്കണ്ടെന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അമ്മ, ഞാനിവിടുത്തെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഴയതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിയൊന്നും ജോലി ചെയ്യണ്ട. നിനക്ക് ക്ഷീണമൊക്കെ ഉള്ളതല്ലേ, അതുപോലെ തന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി. അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ അനാമികയും ബാക്കിയുള്ളവരും ഒക്കെ ചെയ്യട്ടെ, അവർക്കും ചെയ്യാമല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും എനിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പം. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, നീ അടുത്ത ദിവസം മുതൽ ഓഫീസിലേക്ക് തന്നെ പോയിക്കോ, അവിടെയാവുമ്പം ഇത്രയും കഷ്ടപ്പാടില്ലല്ലോ, അവിടെ പോയി ജോലി ചെയ്താൽ മതി. 24 മണിക്കൂറും ഇവരുടെയൊന്നും വേലക്കാരിയായിട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം നിനക്കില്ല മോളെ എന്ന് പറയുമ്പോഴേക്കും നയനയ്ക്ക് സന്തോഷം തോന്നുകയാണ്. എന്താ അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നയന ആലോചിക്കുകയാണ് കേട്ടോ. നയന അതിനുശേഷം ആദർശിനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടൻ പറഞ്ഞത് നേരാണ്, ഇതെല്ലാം കഴിയുമ്പോൾ അമ്മ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇപ്പോൾ സത്യമായി വരികയാണ്. 41 ദിവസം ആദർശേട്ടൻ വ്രതം എടുത്ത് മലയ്ക്ക് പോയതിൻ്റെ ഫലമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്കിപ്പം എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, എന്താണ് അമ്മ മനസ്സിൽ വിചാരിച്ചേക്കുന്നതെന്ന് നിനക്കറിയില്ലല്ലോ, അമ്മയുടെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പം നയന പറയാണ്, ഇതങ്ങനൊന്നുമല്ല, എന്നെ നന്ദാവനത്തിൽ വന്ന് കൂട്ടിക്കൊണ്ട് വന്നു, പിന്നെ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞും അവരെല്ലാവരും ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോഴും അമ്മ അവരെയെല്ലാം എതിർത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, കൂടുതൽ ജോലികളൊന്നും ചെയ്യണ്ട, ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്തോണം എന്ന്. അത് പോരാഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്താ സർപ്രൈസ്? അത് നാളെ മുതൽ ഞാൻ ഓഫീസിൽ ആദർശേട്ടന് കൂടെ പോകുന്നാളാൻ അമ്മ പറഞ്ഞു. ഇവിടുത്തെ പണികളൊക്കെ അവിടെ കിടന്നോട്ടെ, നിനക്ക് ചെയ്യാവുന്ന മാത്രം ചെയ്താൽ മതി, ബാക്കി അനാമികയും അവരെല്ലാവരും കൂടി ചെയ്യട്ടെ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ പറഞ്ഞ ആദർശേട്ടാ, ഇത് നല്ലൊരു മാറ്റമാണല്ലോ. എന്തായാലും അമ്മ എന്നെ മനസ്സിലാക്കിയെങ്കിൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ആദർശ് പറയാണ്, ഒന്നും അങ്ങ് വിശ്വസിക്കാൻ വരട്ടെ, ഇനി അമ്മ വേറെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നയന പറയാണ്, ഇനി അമ്മയെങ്ങാനും അറിഞ്ഞോ ഞാനാണ് കരൾ കൊടുത്തതെന്നുള്ള വിവരം? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനത് പറഞ്ഞിട്ടൊന്നുമില്ല, ആരോടും ഇവിടെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അറിയാനായിട്ട് വഴിയൊന്നുമില്ല. പിന്നെ അച്ഛനും ചെറിയച്ഛനും അവരൊന്നും പറയില്ല,
അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്താണ് അമ്മയ്ക്ക് ഇങ്ങനെയൊരു മാറ്റം വരാൻ കാരണം എന്ന് നയന പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതാകുന്നേ, എല്ലാം ശരിയാവട്ടെ. ഞാൻ തന്നോട് പറഞ്ഞില്ലേ, ഇതിനൊക്കെ ശേഷം തനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകും. തൻ്റെ മനസ്സിൽ അത്രത്തോളം നന്മയുണ്ടോ, ആ നന്മയുടെ ഫലം സന്തോഷമായിട്ട് തനിക്ക് കിട്ടാതിരിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നയന സന്തോഷത്തോടെ ഓഫീസിലേക്കൊക്കെ പോവാണ് കേട്ടോ. വീട്ടിലെ ജോലികളൊക്കെ കുറച്ചായിട്ട് ചെയ്തിട്ട് ബാക്കി ജോലിയൊന്നും ചെയ്യാതെ പോകുമ്പോൾ ജലജയും ജാനകിയും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട് നയനയോട്. നീ കെട്ടിലമ്മയൊന്നും ചമഞ്ഞിരിക്കണ്ട, അനാമിക മോള് പറയുന്ന ജോലിയൊക്കെ നീ ചെയ്തു കൊടുക്കണമെന്ന് ജാനകി പറയുക. അപ്പം നയന് പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അത്യാവശ്യ ജോലികളൊക്കെ ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ പോകുന്നത്. പിന്നെ വരുമ്പോഴേ ഞാൻ ടയേർഡായിരിക്കും. കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വരാം. അപ്പം ജലജ പറയുന്നു, ഓ ഇപ്പം കെട്ടിയിലമ്മയ്ക്ക് ടയേർഡാവുന്നു. ജോലിക്ക് ലോകത്ത് ആദ്യമായിട്ട് പോകുന്ന പെണ്ണല്ലേ നീ. എല്ലാ പെണ്ണുങ്ങളും ജോലിക്ക് പോയിട്ട് വന്ന് വീട്ടിൽ കയറി പണിയെടുക്കുന്നുണ്ട്. അത് നിനക്കറിയില്ലേ? ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. പക്ഷേ ഇപ്പം കുറച്ച് സമയം എനിക്ക് തരണം എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ജലജയും ജാനകിയും എല്ലാം ചീത്ത പറയുന്നത് കേട്ട് അവിടെ ദേവയാനി എത്തുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, ദേ ആരും നയനയെ ഭരിക്കാൻ ചെല്ലണ്ട. കാരണം നിങ്ങളുടെ ആരുടെയും വേലക്കാരിയൊന്നും അല്ല അവൾ. നയന ഇവിടുത്തെ മരുമകൾ തന്നെയാണ്. അവൾ ഇവിടുത്തെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടാനാണ് ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ ഓഫീസിൽ പോയി ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്ന അവളെ നിർബന്ധിച്ച് അടുക്കളയിലൊന്നും കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവനവൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കുക. അതിന് നയനയെ കാത്തൊന്നും ആരും ഇരിക്കണ്ട എന്ന് പറയുമ്പം ഉടനെ ജാനകി ചോദിക്കുകയാണ്, എന്താ ഏടത്തി ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഏടത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അപ്പം ദേവയാനി പറയാണ്, എല്ലാ പ്രതീക്ഷകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ ജാനകി? നയന ഓഫീസിൽ പോയി നന്നായി കഷ്ടപ്പെടുന്നുണ്ടെന്നും കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും നിനക്ക് തർക്കമില്ലല്ലോ. നിന്റെ മരുമകൾ അനാമിക ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കുത്തിയിരിക്കുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു വരുമാനവും ഒരു ലാഭവും നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പിന്നെ അവൾ കുറച്ച് അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യട്ടെ. അത് തന്നെയല്ല, അവളുടെ അമ്മ രേവതിയുണ്ടല്ലോ, അവരും ഇവിടെ വന്നല്ലേ താമസിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ കുറേ ജോലി ചെയ്താൽ എന്താ ജാനകി, അവരുടെ വളയൂരിപ്പോവോ? അപ്പോൾ ജാനകി പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതിനൊക്കെ ശേഷം ഇവർ എല്ലാവരും കൂടി നിന്ന് ആലോചിക്കുകയാണ് നയനയ്ക്ക് എങ്ങനെയും പണി കൊടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അനാമിക പറയാണ്, ദേ അവളെ ഇനി വിടാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. അവൾ ഒരു ദിവസമെങ്കിലും ഈ വീട്ടിലിരിക്കുമ്പോൾ ഇവിടുത്തെ സകല പണികളും അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതിയും പറയാണ്, ശരിയാ മോളെ, അങ്ങനെ തന്നെ വേണം. ഇനിയിപ്പോൾ തറ തുടയ്ക്കാനും തുണി അലക്കാനും എല്ലാം അവളോട് നമുക്ക് പറയണം. അവധിയെടുത്ത് അവൾ ഇവിടെ ഇരിക്കുന്ന ദിവസം നന്നായിട്ട് അവളെ കൊണ്ട് നമുക്ക് പണിയിപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജാനകിയും പറയുന്നുണ്ട്, ശരിയാ, ഇപ്പം ഏടത്തിക്ക് അവളോട് സ്നേഹം കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അവക്കുള്ള പണി നമ്മൾ വഴിയെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ജലജയ അതിനെ സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. അതിനൊക്കെ ശേഷം എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും തുണി അലക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ നയനയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നയന പോകുമ്പോഴേക്കും ഉടനെ രേവതിയും അനാമികയും അവിടെ വരികയാണ് കേട്ടോ. രേവതിയും അനാമികയും കൂടെ വന്നിട്ട് രേവതി പറയാണ്, ആഹാ നീ തുണി കഴുകാൻ പോവായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, അതെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു എന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ അനാമിക മോളെ നമ്മുടെ ആ നല്ല കണ്ടൊരു സാരിയില്ലേ, അതൊക്കെ എടുത്ത് കൊടുക്ക്, അവൾ കഴുകട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ നയന പറയാണ്, അനാമികയുടെ സാരി ഞാനെന്തിനാണ് കഴുകുന്നത്, അത് അനാമിക കഴുകിയാൽ പോരെ, ഇല്ലേ വാഷിംഗ് മെഷീനിൽ ഇട്ടോളൂ. അപ്പം ഉടനെ തന്നെ അനാമിക പറയാം, അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളാണ്, അതുകൊണ്ട് അത് വാഷിംഗ് മെഷീനിലിട്ടാൽ പോകും, കൈകൊണ്ട് തന്നെ വൃത്തിയായിട്ട് കഴുകേണ്ടതാണ്. ഈ കൂടെ നിനക്ക് അതുകൂടി ഒന്ന് കഴുകിയാലെന്താ? അപ്പം നയന പറയണേ, എനിക്കിപ്പോൾ സൗകര്യമില്ല, തൽക്കാലം അത് കഴുകാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങളുടെ സാരി കഴുകാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൈയുണ്ടല്ലോ, അത് കഴുകാമല്ലോ എന്നിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയം അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വരികയാണ്. ജാനകി അന്നേരം പറയാണ്, എന്താ നയനെ, നിനക്ക് അനാമിക മോളുടെ ആ ഡ്രസ്സ് കൂടി ഒന്ന് കഴുകി കൊടുത്താൽ? നീ എന്താ കെട്ടിലമ്മയാണോ? അനാമിക മോളെ പോലെയാണോ നീ? നിനക്ക് ആ പണി കൂടി ചെയ്താൽ എന്താ കുഴപ്പം? അപ്പോൾ ഉടനെ നയന പറയുന്നുണ്ട്, അത് ചെയ്യേണ്ട കാര്യം ഏതായാലും എനിക്കില്ല ചെറിയമ്മേ, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഡ്രസ്സൊക്കെ ഞാൻ കഴുകാം, ഇല്ലെങ്കിൽ അമ്മയുടെയും. അല്ലാതെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആണെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷേ എനിക്ക് അനാമികയുടെയും അവളുടെ അമ്മയുടെയും ഡ്രസ്സ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ദേഷ്യപ്പെടുകയാണ് ജാനകി. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ഈ നയന തന്നെ ഡ്രസ്സ് കഴുകണമെന്ന് നിർബന്ധമുണ്ടോ ജാനകി നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയാണ്, അവളത് ചെയ്തെന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ വളയൊന്നും ഊരി പോയില്ലല്ലോ ഏടത്തി,
വള ഊരിപ്പോയാലോ? അനാമികയ്ക്ക് അവളുടെ ഡ്രസ്സ് കഴുകിയാൽ അവളുടെ കയ്യിലെ വള ഊരിപ്പോകുമോ? പോരെങ്കിൽ അവളുടെ അമ്മ രേവതി ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും അവരുടെ ഡ്രസ്സ് കഴുകട്ടെ. അല്ലാതെ നിങ്ങളുടെയൊക്കെ വിഴുപ്പലക്കാനാണോ നയന ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, ആദർശിൻ്റെ ഭാര്യ. ആ ബഹുമാനം എല്ലാവരും കൊടുക്കണം. അല്ലാതെ അവളെ ഇവിടെ ഒരു വേലക്കാരിയായിട്ട് ഇത്രയും നാളും കണ്ട പോലെ കാണാൻ പറ്റില്ല. നിങ്ങളുടെ വിഴുപ്പലക്കണമെങ്കിൽ നിങ്ങൾ തന്നെ അലക്കണം, അല്ലാതെ നയനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഇരിക്കുകയും വേണ്ട എന്ന് ദേവയാനി മുഖത്തടിച്ച പോലെ മറുപടി കൊടുക്കുകയാണ് കേട്ടോ അനാമികയ്ക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്